ഇപ്പൊ ഒരുപാട് സുഹൃത്തുക്കളായിട്ടുള്ള കഥാപാത്രങ്ങൾ ഇപ്പൊ നമ്മള് പൊതുവെ പറയും ചെങ്ങാതി നന്നായ കണ്ണാടി വേണ്ടെന്ന് പറയും. പഠിക്കേണ്ട ഒരു കണ്ണാടിയാണല്ലോ ശരിക്കും പറഞ്ഞാൽ ഈ ലെനിൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. ശരിക്കും ഇതിനു വേണ്ടി മറ്റ് സുഹൃത്തുക്കളിൽ നിന്ന് എങ്ങനെയാ ലെനിൻ ഭയങ്കര വ്യത്യസ്തരായിട്ട് നിൽക്കുക? അല്ല, ലെനിൻ സുഹൃത്തിനേക്കാൾ ഉപരി അയാള് സുഹൃത്താണ്. പക്ഷെ അയാൾക്കറിയാം അയാള് പുള്ളിയുടെ അസിസ്റ്റന്റ് ആണ്, പിന്നെ ഒരു വലിയ ഫാൻ ബോയാണ്. അപ്പോ ചിലപ്പോ നേരെ വിട്ടു തോന്നുന്ന ആദ്യമേ പറയാൻ പറ്റില്ല. പക്ഷെ ഇന്നത്തെ ചോദിച്ചാൽ അപ്പൊ സത്യമേ പറയൂലേ, സത്യമേ പറയൂ. അപ്പോ അങ്ങനത്തെ ഒരു കാര്യങ്ങളാണ്. എന്റെ പ്രോപ്പർ സുഹൃത്ത് എപ്പോഴും എന്ത് കാര്യങ്ങളെയും പറയാം, അങ്ങനത്തെ ഒരു ക്യാരക്ടറേ അല്ല. ഒരുപാട് നിങ്ങളൊക്കെ കൂടെ അഭിനയിക്കുന്ന കുറെ ആളുകളൊക്കെ റെഫറൻസ് ഉള്ള ഒരുപാട് ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ വിളിച്ചാൽ ഫോൺ എടുക്കാത്ത പോലെ അങ്ങനെ കുറെ അതായത് നമുക്കത് സത്യം അറിയില്ല, ആക്ച്വലി എന്താ നടക്കുന്നില്ല, ഫിക്ഷനായിട്ട് സമീപിച്ചിരിക്കുക. പക്ഷെ വളരെ ഇപ്പൊ റീസെന്റ് നടന്ന ഒരുപാട് സംഭവങ്ങൾ ഈ സിനിമയിലുണ്ട്, വലിയ സാമ്യമുണ്ട്. അപ്പൊ എപ്പോഴെങ്കിലും ഇത് അവർക്ക് വേദനയാവും അങ്ങനത്തെ തോട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്? ഒരിക്കലും ഒരാള് ഇന്ന ആളാണെന്ന് പറയാൻ വേണ്ടൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് തോന്നുമായിരിക്കും, ചിലപ്പോ എനിക്ക് വരെ തോന്നും ഇത് ഞാനാണോ, എല്ലാ ആക്ടറും തോന്നാവുന്ന പരിപാടികളുണ്ട്. ഒരു സമയത്ത് നമ്മൾ പല രീതിയിലേക്ക് നിൽക്കുന്നത്. അപ്പോ ഇത് എല്ലാ ആൾക്കാരുടെയും കുറച്ചുണ്ട്. അപ്പോ അത് ഇന്ന ഒരാൾക്ക് നമ്മൾ ദ്രോഹിക്കാൻ വേണ്ടി ഒരാളെ പോയിന്റ് ചെയ്ത് ഒരിക്കലും ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്യില്ല. സുഖിൻ സുരേഷേട്ടാ, സിനിമയ്ക്കകത്ത് ഒരു കഥ പറയുന്നുണ്ട്, ആന്റണി ചേട്ടൻ ഒരു കഥ പറയുന്നുണ്ട്. അപ്പം റിയൽ ലൈഫിൽ അങ്ങനെ മിസ്സായി പോയ എന്തെങ്കിലും അവസരങ്ങളുണ്ടോ? ഇല്ല, പക്ഷെ ഞാൻ ജനിച്ചതും വളർന്നതും മദ്രാസിലാണ്. അപ്പൊ അങ്ങനെ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വെച്ച് ഒരു കണക്റ്റീവ് ഉണ്ടാക്കിയിട്ടുള്ള സംഭവമായിരിക്കും. അത് ശരിക്കും സുഖിനൊക്കെ ആയിരിക്കും അതിന് ഉത്തരം പറയുന്നത്. പക്ഷെ ഞങ്ങൾ ആന്റണിയോട് ചോദിച്ച് പരമേശ്വർ വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഫണ്ടായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട്